ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ ഇതാ നല്ല മഴയാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു, കാരണം എനിക്ക് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റായിരുന്നു. പിന്നെ ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അമ്പൂസിന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഏട്ടനതാ ഉച്ചയ്ക്കത്തുള്ള ഫുഡ് പ്രിപ്പയർ ആയുള്ള തിരക്കിലാണ്. കാരണം നമുക്ക് എക്സാമിന് വേഗം പോകേണ്ടതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അമ്പൂസിനെ കുളിപ്പിക്കാനുള്ള തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ടാസ്ക്കായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കുളിപ്പിക്കുക എന്ന് പറയുന്നത്. അവന് കുറേ നേരം വെള്ളത്തിലങ്ങ് കളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏതായാലും കളിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി. ഇവന് ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് പണിയൊക്കെ ഒരുങ്ങി തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലോട്ട് നിൽക്കാമല്ലോ. ഇതേ അപ്പോഴേക്കും ഏട്ടൻ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുവാണ്. അപ്പം മൂപ്പന് വകയാണെന്ന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. അപ്പോഴേക്കും ഞാൻ അമ്പൂനുള്ള ഫുഡും കൂടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും. ഇന്ന് കുറുക്ക് കഴിക്കേണ്ട ടൈമൊക്കെ ആകെ തെറ്റിയിട്ടുണ്ട്. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒറ്റയ്ക്കല്ലേ കിച്ചണിലുണ്ടായിരിക്കുക. ഇവർക്ക് ലീവുള്ള ദിവസം ഇവരും കൂടി അങ്ങ് നമ്മുടെ കൂടെ കിച്ചണിലുണ്ടാവുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഫോക്കസ്ഡ് അല്ലേ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അതാണ് ഏട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ പണികളും സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. അപ്പോൾ ഇതും കൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി തീർന്നു. ചിക്കൻ വെക്കുന്നത് ഏട്ടനാണെന്നുണ്ടെങ്കിലും അതിലുള്ള ഉപ്പും എരിവൊക്കെ നോക്കുന്നത് ഞാനാണ്. അതിന് ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. മൂപ്പർക്ക് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റിനെ നോക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അതിലുള്ള എരിവ് ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അമ്പുവിന് വേണ്ടിയിട്ട് കുറച്ച് ചീരക്കറി ഉണ്ടാക്കി. കാരണം അവൻ ചിക്കൻ കുറച്ചേ കഴിക്കുകയുള്ളൂ. പിന്നെ എക്സാമിന് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം തന്നിട്ടുള്ളത് 2:30 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ടൈം ലേറ്റ് ആക്കാതെ വേഗം തന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ഏകദേശം 2 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്പൂരിനുള്ള ഫുഡ് പിന്നെ കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്. ഞാൻ എക്സാമിന് കയറുമ്പോൾ ഏട്ടൻ ഫുഡ് കൊടുത്തോളും. ഞാൻ കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോഴേക്കും അമ്പൂരി ഏട്ടൻ ഉറക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.